നാം ക്രിസ്തു മതം നോക്കുമ്പോൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായി ജീവിക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അത് ഒരു കാര്യം മാത്രമാണ്. അത് സുവിശേഷം എല്ലായിടത്തും എത്തിക്കുക എന്നതാണ്. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, നീ ലോകത്തിൻ്റെ അറ്റത്തോളം സുവിശേഷം പറയുക എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാവരെയും കൊണ്ടുപോയി മതപരിവർത്തനം നടത്തുക എന്നതല്ല പറഞ്ഞത്. യേശു ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മതപരിവർത്തനത്തിന് എതിരാണ്. അത് എവിടെയെന്ന് വെച്ചാൽ മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 15-ാം വാക്യം. അതിൽ പറഞ്ഞിട്ടുണ്ട്, കപട ഫറ്റുക്കാരായ ശാസ്ത്രിമാരും പരീക്ഷമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം! നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു. ചേർന്ന ശേഷം അവരെ നിങ്ങളെക്കാൾ ഇരട്ടി നരകയോഗ്യനാക്കുന്നു. അപ്പോൾ യേശു മതപരിവർത്തനത്തിന് എതിരായിരുന്നു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലായോ? അപ്പോൾ എന്താണ് സുവിശേഷം പറയുക എന്നതിൻ്റെ അർത്ഥം? സുവിശേഷം പറയുക എന്ന് വെച്ചാൽ, ഇന്ന് നാം ലോകത്ത് നോക്കുമ്പോൾ എത്രയോ പേർക്കാണ് ക്രിസ്തുവിനെ അറിയാതെ ജീവിച്ചു മരിക്കുന്നു. എത്രയോ പേർക്ക് ക്രിസ്തുവിനെ അറിയാതെ എത്രയോ രാജ്യങ്ങളുണ്ട്. ക്രിസ്തുവിനെ അറിയാത്ത എത്രയോ രാജ്യങ്ങളുണ്ട്. അവർക്ക് ക്രിസ്തുവിനെ പങ്കുവയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് മതത്തിൽ ചേർക്കാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഞാൻ എന്ന വ്യക്തി ഒരാളോട് പറയാം, അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും പേർഷ്യൻ ആയാലും, ഞാൻ പറയുകയാണ്, യേശു ക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചു, മതി. അയാൾ വേറൊരാളോട് പറയുകയാണ്, യേശു ക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചു. ഒരു ദിവസം ഒരാളോട് സുവിശേഷം പറയണം. ഇങ്ങനെ ഒരാൾ മറ്റൊരാളോട് പറയുന്നു, മറ്റൊരാൾ വേറൊരാളോട് സുവിശേഷം പറയുന്നു. അങ്ങനെ സുവിശേഷം പറഞ്ഞ് ഇത് സ്പ്രെഡ് ചെയ്യും. ഈ ക്രിസ്ത്യാനിറ്റി അല്ല, ഈ ഗുഡ് ന്യൂസ് സ്പ്രെഡ് ആവും. അങ്ങനെ ഒരുപാട് പേർക്ക് മാനസാന്തരം വരാൻ കാരണമാവും. സുവിശേഷം എന്ന് പറയുന്നത് മതം മാത്രമല്ല, മറിച്ച് മനം മാത്രമാണ് നടക്കേണ്ടത്. ഒരാൾ സുവിശേഷം കേൾക്കുന്നു, നീ മദ്യപിക്കരുത്, പുകവലിക്കരുത്, പുകവലി നിർത്തണം എന്നൊക്കെ പറയുമ്പോൾ, നീ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നോ എന്നാൽ ഇത് ഉപേക്ഷിക്കണം. ഉപേക്ഷിക്കാൻ തയ്യാറാവണം. ഉപേക്ഷിക്കും, അല്ലേ? എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന അവൻ്റെ ചിന്താഗതി അവനെ ഉപേക്ഷിപ്പിക്കും. യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നു വെച്ചാൽ, എന്നെ എല്ലാവരും അറിയണം. ലോകത്തിൻ്റെ അവസാനത്തിൻ്റെ അടയാളം എന്ന് പറയുന്നത് ലോക രാജ്യങ്ങൾ എല്ലാവരും യേശു ക്രിസ്തുവിനെ അറിയും എന്നാണ് യേശു ക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നത്. നാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുമ്പോൾ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട്, നിനക്ക് വേണമെങ്കിൽ ഏത് മതം വേണമെങ്കിലും സ്വീകരിക്കാം, അതിൽ ഒരു എതിരഭിപ്രായമില്ല. പക്ഷേ അത് ഒരാളുടെ നിർബന്ധത്തിൽ, ഒരാൾ ഭീഷണിപ്പെടുത്തിയോ ഒരാൾ നിർബന്ധിച്ചോ ആവരുത്. സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കണം ഒരാൾ ഏത് മതം വേണമെന്ന് ചൂസ് ചെയ്യാൻ. അതാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ. അപ്പോൾ മതപരിവർത്തനം എന്ന് പറയുന്നത് എന്താണെന്ന് നാം മനസ്സിലാക്കണം. ഒരാൾ ഒരു മതത്തിൽ വിശ്വസിക്കുന്നു, അയാളെ നിർബന്ധിച്ചോ ഭീഷണിപ്പെടുത്തിയോ ചെയ്യുന്നത് ഒരു മതത്തിലേക്ക് കൊണ്ടുവരുന്നത് മതപരിവർത്തനമാണ്. പക്ഷേ ഒരാൾ ഇഷ്ടപ്പെട്ട് ആ ഇഷ്ടം കൊണ്ട് നമ്മുടെ മതത്തിലേക്ക് വരുന്നത് അത് മതപരിവർത്തനമല്ല. ഒന്നുകൂടെ പറഞ്ഞു തരാം, യേശു ക്രിസ്തു തന്നെ മതപരിവർത്തനത്തിന് എതിരായിരുന്നു.
അത് 23 മത്തായി 23 അധ്യായം 15 വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കപട ഭക്തിക്കായ ശാസ്ത്രിമായും പരീക്ഷണമായോ ആയുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം! നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു. ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യനാക്കുന്നു. നാം ഇന്നത്തെ കാലം നോക്കുകയാണെങ്കിൽ ഇന്ന് എത്ര വലിയ വലിയ ചർച്ചകളൊക്കെ ഉണ്ട്. പക്ഷെ സത്യസുവിശേഷം അവിടെ അറിയിക്കുന്നുണ്ടോ എന്നതാണ് വാസ്തവമായിട്ടുള്ള കാര്യം. ഇന്ന് ആയിരക്കണക്കിന് പാസ്റ്റർമാരൊക്കെ ഉണ്ട്. ആ ആയിരക്കണക്കിന് പാസ്റ്റർമാരിൽ എത്ര പേരാണ് സത്യസുവിശേഷം അറിയിക്കുന്നവർ എന്ന് നാം നോക്കണം. വളരെ കുറച്ച് പേരായിരിക്കും. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, ആൾക്കാർ കുറവാണ് വേല ചെയ്യുവാൻ. നിനക്ക് താല്പര്യമുണ്ടോ സത്യം വിളിച്ച് പറയുവാൻ? യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. യേശു ക്രിസ്തു തിരികെ വരും. യേശു ക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചിരിക്കുന്നു. ഒരു ദിവസം ഒരാളോട് സുവിശേഷം പറ. നീ തയ്യാറാണോ? തയ്യാറാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ തയ്യാറാണ് എന്ന് ഇടണേ.